നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ വെറും ചായയും വടയും മാത്രമേ ഉള്ളൂ ശബരി. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കൊടുന്നില്ലായിരുന്നെങ്കിൽ നീ ജംഗ്ഷനിൽ പോയിട്ട് കഴിക്കേണ്ടി വന്നേനെ. ഇവിടെ കഴിഞ്ഞുകൂടാൻ ചായയും വടയും തന്നെ ധാരാളം തന്നെട്ടാ. എനിക്കൊന്നും കഴിക്കാൻ തന്നെ തോന്നുന്നില്ല. ഇതിന്ന് 2 എണ്ണം ഞാൻ കഴിച്ചത് ധനേട്ടൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലോ എന്ന് കരുതി മാത്രം. അയ്യോ, നീ മതിയാക്കിയോ? അത് മുഴുവൻ കഴിക്കും ശബരി. വേണ്ടാഞ്ഞിട്ടാ ധനേട്ടാ. ഇവിടെ കുറച്ചു ദിവസം എടുക്കുമല്ലേ? 10 ദിവസം എന്നൊക്കെയാ എന്നോട് പറഞ്ഞത്. ചിലപ്പോ അതിനു മുൻപ് തന്നെ ദയ നോർമൽ ആയേക്കാം. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ധനേട്ടൻ നോക്കല്ലോ അല്ലേ? അതിലൊന്നും ശബരിക്ക് ഒരു ടെൻഷനും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണല്ലോ. ആ, പിന്നെ വേറൊരു കാര്യമുണ്ട്. ദയ എവിടെ ട്രീറ്റ്മെന്റിലാണെന്നുള്ള കാര്യം പുറത്ത് വേറെ ആരും അറിയണ്ട. ഹേയ്, എന്റെ അളിയന്റെ ഭാര്യ ഇതുപോലൊരു മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്ന് പറയുന്നത് എനിക്ക് തന്നെ നാണക്കേടല്ലേ ശബരി? ഞാനിത് ആരോടും പറയില്ല. എന്റെ ധനേട്ടാ, ഇത് മെന്റൽ ഹോസ്പിറ്റലൊന്നും അല്ല, ഒരു കൗൺസിലിംഗ് സെന്റർ മാത്രമാ. ദയക്ക് അങ്ങനെ അത്ര വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. ഇല്ലല്ലേ? പക്ഷെ അനിത അവിടെ വന്ന് പറയുന്ന കേട്ടാലേ നമ്മളങ്ങ് പേടിച്ചു പോവില്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? ദയവല്ലാതെ വയലന്റ് ആയെന്നോ, ഇറങ്ങി ഓടാൻ നോക്കിയെന്നോ. അത് കണ്ട് അവളുടെ വീട്ടുകാര് കൈ ഒഴിഞ്ഞു പോയെന്നാ അവൾ അവിടെ വന്ന് പറഞ്ഞത്. അനിതേട്ടത്തെ അങ്ങനെയൊന്നും പറയില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ ഞാൻ കള്ളം പറഞ്ഞതാ. അനന്തമാഷ് മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ശബരിയുടെ തലയിലിട്ട് പോയെന്നത് സത്യല്ലേ? അല്ലേ? അതെന്തായാലും ശരിയായില്ലെന്ന് അച്ഛന്റെയും വാസന്തിയുടെ അഭിപ്രായം. അല്ല, അവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? എന്റെ ധനേട്ടാ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കാൻ നിൽക്കല്ലേ. ദയ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ അവളെ ഇവിടെ നിർത്താൻ പോലും തയ്യാറായില്ല. എന്റെ മോളെ ഞാൻ കൊണ്ടുപോയി നോക്കാന്ന് അച്ഛൻ പറഞ്ഞത്. ഞാൻ വാശി പിടിച്ചും അധികാരം കാണിച്ചുവാ ദയ ഇവിടെ നിർത്തിയ. എനിക്ക് അവള് എത്രയും വേഗം സുഖപ്പെടുത്തിയെടുക്കണം. സ്നേഹം കൊണ്ട് മാത്രം അത് പറ്റില്ലല്ലോ. ചികിത്സിച്ച് മാറ്റേണ്ടത് ചികിത്സിച്ച് തന്നെ മാറ്റണം. ധനേട്ടൻ പൊക്കോ, ഇനി ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നോക്കിയാൽ മതി. കമ്പനിയുടെ കാര്യങ്ങൾ മാത്രമല്ല, നിന്റെ കുഞ്ഞിനെയും ഞങ്ങൾ നന്നായിട്ട് തന്നെ നോക്കും. പറയാനുള്ളത് പറയുകയും ചെയ്യും. ഇതിലേ നിനക്ക് കുളിച്ചു മാറാനുള്ള ഡ്രസ്സാ. എന്താവശ്യമെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ ഓടി ഇങ്ങ് വരാം. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് ശബരി. അതുകൊണ്ടാ ദയയുടെ വീട്ടുകാർ ചിലപ്പോൾ കുറ്റപ്പെടുത്തേണ്ടി വരുന്നത്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായി അവരോട് ഒരു ദേഷ്യവും ഇല്ല. വെച്ചോ. ദാസ്, എന്തായി? നീയും രഘുവും കൂടി സച്ചിയെ പോയി കണ്ടോ? അതിന്റെ വിശേഷം പറയാനാ അണ്ണനെ ഞാൻ വിളിച്ചത്. സച്ചി സമ്മതിച്ചോ? ജീവൻ രാജിന്റെ കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ സച്ചിക്ക് അനുകൂല നിലപാടല്ലെന്ന് എനിക്കറിയാം. അതാ ദാസ്, ഞാൻ നേരിട്ട് പോയി സംസാരിക്കാൻ മടിച്ചത്. അതിപ്പോ ഓരോരുത്തർക്കും അവരവരുടേതായ നിലപാടും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാവില്ല അണ്ണ. ഈ സച്ചിയുടെ ഭാഗം കേൾക്കുമ്പോ അയാൾ പറയുന്നതിൽ കാര്യമുണ്ട്. എന്നാലും അണ്ണന് വേണ്ടി സച്ചി നിലപാടുകളൊക്കെ ഒരു പരിധിവരെ തിരുത്താൻ തയ്യാറാ. ഇതില് എനിക്ക് പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടായിട്ടില്ലെന്ന് ദാസിനറിയാലോ. ഒരു പയ്യനോട് കാണിക്കുന്ന മനുഷ്യത്വം, അത് സച്ചിയെ വേദനിപ്പിച്ചുകൊണ്ടാകരുത്. ജീവൻ രായന്റെ കേസ് പിൻവലിച്ചോളാൻ സച്ചി സമ്മതിച്ചു. പക്ഷേ അയാൾക്കൊരു ഡിമാൻഡുണ്ട്. അത് നമ്മളും കൂടി അംഗീകരിക്കേണ്ടി വരും. എന്താ? ഗൂഗിളിന്റെയും മഞ്ചാടിയുടെയും കാര്യം. ഇനി അവളുടെ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നായിരുന്നില്ലേ തീരുമാനം? അതെ,
അങ്ങനെ മതിയെന്ന് ഗോകുലും സമ്മതിച്ചതാണല്ലോ. ഇപ്പോഴും ഗോകുലിന് അതേ അഭിപ്രായം തന്നെയാണ്. പക്ഷേ സച്ചി പറയുന്നത് ജീവൻ രാജിന്റെ കേസ് പിൻവലിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഗോകുലിന്റെയും മഞ്ചാടിയുടെയും എൻഗേജ്മെന്റ് എങ്കിലും നടത്തി വെക്കണമെന്നാ. അല്ല, അണ്ണൻ ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. നമ്മള് മഞ്ചാടി മോളുടെ അഭിപ്രായം കൂടെ എടുക്കണമല്ലോ. എന്നാ ഞാൻ വെക്കട്ടെണ്ണ. ശരി ദാസ്, നീ വെച്ചോ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ. അല്ല, സച്ചി സാർ എങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചൊന്ന് കേട്ടപ്പോ അമ്മാവന് കൺഫ്യൂഷനായി കാണൂല്ലേ? ആ, സച്ചിക്ക് ആരിലേക്കോ ഉള്ള വിശ്വാസക്കുറവുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചതെന്ന് അണ്ണന് തോന്നാതിരിക്കില്ലല്ലോ. അല്ല, അവസാനം എന്തു പറഞ്ഞ അമ്മ ഫോൺ വെച്ചേ? ആലോചിച്ചിട്ട് പറയാൻ തന്നെയാ. അല്ല, ആലോചിക്കേണ്ട കാര്യം തന്നെയാണല്ലോ. അണ്ണൻ ആലോചിക്കട്ടെ. ദാറ്റ്സ് ഇറ്റ്. ദാ, വെള്ളം വേണ്ടേ? അവളെ കൊണ്ട് അച്ഛൻ ഇനി ആലോചിക്കാനൊന്നുമില്ല അച്ഛാ. സച്ചി സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഞ്ചാടി വാക്കുമാറ്റം അറിഞ്ഞതുകൊണ്ട് തന്നെയാ. അവൾക്ക് വേണ്ടിയല്ലേ ജീവൻ രാജിനെതിരെയുള്ള കേസ് അച്ഛൻ പിൻവലിക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ പിന്നെ ഗോകുലുമായുള്ള എൻഗേജ്മെന്റ് നടത്തണമെന്ന് അച്ഛന് അവളോട് ആവശ്യപ്പെടാം. ആ, എന്നാ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് തീരുമാനിക്കാം. എല്ലാം കൊണ്ടും അതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട്. മഞ്ചാടി തന്ന ഒറ്റ ധൈര്യത്തിലാ ഞാൻ അച്ഛനും അമ്മയും കൂട്ടി പഞ്ചരത്നത്തിൽ പോയത്. അവിടെ രഘുവേട്ടനെ കൂടി കണ്ടപ്പോൾ എല്ലാവരും ടെൻഷനായി. പക്ഷേ രഘുവേട്ടനാ ഏറ്റവും സൗഹൃദമായിട്ട് പെരുമാറിയത്. ഞങ്ങളോട് കയറിയിരിക്കാൻ വരെ പറഞ്ഞു. ആ, എന്നിട്ട് കയറിയിരുന്നോ? ചായയൊക്കെ തന്നിട്ടാണോ അവര് വിട്ടത്? കളിയാക്കണ്ട. ആ വീടിന്റെ മുറ്റത്ത് ചവിട്ടാൻ പോലെ യോഗ്യത ഇല്ലാത്തവരല്ല ഞങ്ങൾ. അതുകൊണ്ട് ക്ഷണം സ്വീകരിച്ചില്ല. എന്നിട്ട് ഒടുവിൽ എന്താ ഉണ്ടായത്? വലിച്ചു നീട്ടാതെ മാറ്ററിലേക്ക് വാ. അച്ഛനും രഘുവേട്ടനും അമ്പിളി ചേച്ചിയും അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ ചീരു ചേച്ചി ഉടക്കി കാണുമല്ലേ? അത് ജീവനോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല, കേസ് പിൻവലിച്ച വിനയേട്ടൻ രക്ഷപ്പെടും. അതാ ചീരു ചേച്ചിയുടെ പ്രശ്നം. വിനയനിപ്പോ ഓക്കെയാണല്ലോ, പിന്നെന്താ? ഈ കേസില്ലായിരുന്നെങ്കിൽ 2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ജോലിയിൽ അയാൾക്ക് കയറായിരുന്നു. അതൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ ആലോചിക്കണായിരുന്നു. വിനയേട്ടൻ ചീരു ചേച്ചി ഒരുപാട് ദ്രോഹിച്ചതാ. എല്ലാം കഴിഞ്ഞ് ഒടുവിൽ മനസ്സ് മാറി പ്രായശ്ചിത്തം ചെയ്യാമെന്ന അതിന് നിന്നു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോ ഞാൻ മനസ്സ് മാറി വന്നപ്പോ മഞ്ചാടി എന്നോട് ദയ കാണിച്ചതോ? ഞാൻ മഞ്ചാടിയുടെ ആരുമല്ലല്ലോ. എന്നിട്ടും മഞ്ചാടി എന്നോട് ക്ഷമിക്കാൻ തയ്യാറായില്ലേ? എനിക്കെതിരായുള്ള കേസ് പിൻവലിക്കാനുള്ള മനസ്സ് കട്ടിയില്ലേ? അത് ചിലപ്പോ ജീവൻ എന്റെ ആരും അല്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കും. കേസിൽ നിന്ന് രക്ഷപ്പെട്ട ബാക്കിയുള്ളവർ ശല്യപ്പെടുത്താതെ എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളൂല്ലോ. ചീരു ചേച്ചിയുടെ വിനയേട്ടന്റെ കാര്യം പക്ഷെ എങ്ങനെയല്ല. അവര് ഹസ്ബൻഡും വൈഫും അല്ലേ. ചീരു ചേച്ചി വിനയേട്ടനോട് ക്ഷമിക്കാന്ന് പറഞ്ഞ വീണ്ടും പോയി വിനയേട്ടന്റെ കൂടെ ജീവിക്കാന്ന് അതിനർത്ഥം. ചിലരൊരാളെ വെറുത്തതാ. പിന്നെ ഒരിക്കലും അയാൾക്ക് അനുകൂലമായി ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്ന വേറെ ചിലർ നേരെ മറിച്ച. അത് കൂടെ നിന്ന് ചതിക്കാൻ നോക്കിയതാണെന്ന് അറിഞ്ഞാലും വലിച്ചെറിയാതെ വീണ്ടെടുക്കാൻ നോക്കുന്നത് അതൊരു മധുരമായ പ്രതികാരം കൂടിയാണ്.